നമ്മുടെ ഒരു ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പേ 2 വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഫ്രൈഡേയിലെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയും പിന്നെ ഈ വീക്ക്ലി അനാലിസിസും. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം യൂട്യൂബിൽ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യുമ്പം എന്തൊക്കെയോ ന്യൂ ഫീച്ചേഴ്സ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ID വെരിഫിക്കേഷനും സെൽഫി വെരിഫിക്കേഷനൊക്കെ വേണം. അതിനൊരു 24 hour അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ട് ആ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. ചാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആണെന്ന് പറയാം. ഏകദേശം അതെ, ഫ്ലാറ്റ് ഓപ്പൺ തന്നിട്ട് ഡൗൺ സൈഡ് പോയി. ഇതൊരു 15 മിനിറ്റ് ട്രെൻഡ് ലൈൻ ആയിരുന്നു. ഈ 15 മിനിറ്റ് ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, തിരിച്ച് ഒരു സെല്ലിംഗ് പ്രഷർ പോലെ ഷോ ചെയ്തു. പക്ഷേ മാർക്കറ്റ് അപ്സൈഡ് തന്നെ പോയി. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും നെക്സ്റ്റ് ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്ത് പോയി. പക്ഷേ നെക്സ്റ്റ് ലെവലിൽ എത്തിയില്ല. അതിന് മുമ്പേ മാർക്കറ്റ് റിവേഴ്സായി. നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിൻ്റെ വേണ്ടി സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിന്ന് മിഡ് ക്യാപ്പിൽ മാത്രമേ എൻട്രി എടുത്തുള്ളൂ. ഇന്ന് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൊമെൻറ്റം മിഡ് ക്യാപ്പിൽ കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മിഡ് ക്യാപ്പിലാണ് എൻട്രി എടുത്തത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് നമ്മൾ മൊമെൻറ്റം ഉണ്ടായിരുന്നു, നല്ല ഡേ ആയിരുന്നു. പക്ഷേ നമ്മൾ മിഡ് ക്യാപ്പിൽ മാത്രമേ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ റെഡ് ലൈൻസ് നമ്മളൊരു സ്ട്രാറ്റജി ബേസ്ഡ് വരയ്ക്കുന്ന ലെവൽസാണ്. ഈ എല്ലാ റെഡ് ലൈൻസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഇതൊരു റേഞ്ച് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നൊരു ലെവലൊക്കെ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ എഡ്യൂക്കേഷണൽ വീഡിയോ പോലെ ചെയ്യുമ്പം, സ്ട്രാറ്റജി വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുമ്പം ഇതെങ്ങനെ വരയ്ക്കാം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഈ ലെവൽസ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സിനാരി നോക്കുവാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് തന്നു. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ഒന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനാണ് സാധ്യത. അതാണ് ഈ ലെവൽസ് വെച്ചിട്ടുള്ളൊരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ അത് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് സൈഡ് ഏത് സൈഡിലോട്ടാണോ ബ്രേക്ക് ഔട്ട് ചെയ്തത് ആ സൈഡിലെ അടുത്ത ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യും എന്നാണ് അതിൻ്റെ ഒരു തിയറി. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇവിടെ സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടാണ് വരേണ്ടത്. അത് അച്ചീവ് ചെയ്തു. വീണ്ടും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വരെ പോയില്ല. അതായത് ഇത്രയും മൂവ് ചെയ്ത് ഒരു എക്സ്ട്രാ മൂവ്മെൻറ്റ് വേണം, ഒരു എററാണ്. അപ്പം ഈ എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം ഈ ലെവൽ തൊട്ട് റെഡ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ, റെഡ് ആൻഡ് ഗ്രീൻ്റെ ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ കോമ്പിനേഷൻ, ഇതേ എറർ ആയിരിക്കും ഈ ലെവലിൽ നിന്ന് താഴേക്കും തന്നിട്ടുണ്ടാകുക. അതായത് സെയിം ഈക്വൽ എറർ. നോക്കാമല്ലോ, ഇവിടെ ഈ എറർ കംപ്ലീറ്റ് ചെയ്തു, വീണ്ടും താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ എറർ കംപ്ലീറ്റ് ചെയ്തു, വീണ്ടും താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, അടുത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ എറർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എക്സാക്ട്ലി ആ എററിൻ്റെ അവിടെ എത്തിയിട്ടാണ് റിവേഴ്സ് ആയത്. അപ്പോൾ ഈ പെൻഡിങ് മൂവ് തന്നെ ആയിരിക്കും അപ്സൈഡ്. നമ്മൾ നേരത്തെ ഈ എറർ എടുത്തില്ലേ, അതിൻ്റെ മുകളിലേക്കുള്ള പെൻഡിങ് മൂവും ഈ പെൻഡിങ് മൂവും ഏകദേശം സെയിം ആയിരിക്കും. ഏകദേശം എന്ന് പറയില്ല, ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. നോക്കാം. കണ്ടോ, എക്സാക്ട്ലി കറക്റ്റ് അല്ലേ? ഇതാണ് നമ്മുടെ ലെവൽസ്. നമ്മൾ ഈ ലെവൽസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറുള്ളത്. ഈ ലെവൽസിൻ്റെ കൂടെ പ്രൈസ് ആക്ഷൻ, സിമ്പിൾ പ്രൈസ് ആക്ഷൻ, അല്ല നമ്മൾ SMCയോ ICTയോ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സ്ട്രാറ്റജീസ് ഒന്നും യൂസ് ചെയ്യില്ല. നമ്മൾ എക്സാക്ട്ലി പ്രൈസ് എന്താണ് കാണിച്ചു തരുന്നത്, പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ലെവൽസ് ഇതാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത് നിഫ്റ്റിയുടെ ചാർട്ട് കൂടെ നോക്കാം. ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടും നമ്മുടെ ലെവൽസ്. ഒരുപാട് ലെവൽസ് കിടപ്പുണ്ട്, കൺഫ്യൂഷൻ ആവണ്ട. ഈ താഴെയുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ട്രെൻഡ് ലൈനാണ്. അതായത് ഇന്നലെ 2 തവണ ടാപ്പ് ചെയ്തു, ഇന്നൊരു തവണ ടാപ്പ് ചെയ്തു. ഇന്നലെ 2 തവണ ടാപ്പ് ചെയ്തപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് വെച്ചു. ഇത് ഇനി തൊട്ട് മണ്ടയ്ക്കുള്ളത് 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഇതൊരു അസെൻഡിങ് അല്ല, സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ്. അത് നോക്കാം, 15 മിനിറ്റ് നോക്കാം. ഉണ്ടോ, ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ്. 5 മിനിറ്റിൽ നോക്കുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ 2 വട്ടം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മൂന്നാമത്തെ തവണ റെസ്പെക്റ്റ് ചെയ്തു. മൂന്നാമത്തെ തവണ എന്ന് പറഞ്ഞാൽ
അപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് ഉണ്ടായിരുന്നു, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിൻ്റെ മേളിൽ സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഇവിടുന്ന് അപ്സൈഡ് ടാർഗറ്റ് ഇവിടെ വരെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ട്രേഡ് എടുത്തില്ല. അതുപോലെ ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ ഇതിലും നമ്മുടെ റെഡ് ലൈൻസാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തത്, നമ്മുടെ സ്ട്രാറ്റജി വെച്ച് വരയ്ക്കുന്നതാണ്. ഈ എസ്റ്റർഡേ ക്ലോസിംഗ് ആണ്, ഈ മിഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എസ്റ്റർഡേ ക്ലോസിംഗ് ആണ്. ഈ എല്ലാ ലെവൽസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഈ റെഡ് ലൈൻസിൻ്റെ എക്സാക്ട്ലി മിഡിൽ പോയിൻ്റാണ് ഈ ബ്ലൂ ലൈൻസ് മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇവിടെ ക്ലോസ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലും താഴെയായിട്ട് നമ്മൾ സെക്കൻഡറി ലെവൽസ്, ഇതാണ് നമ്മുടെ പ്രൈമറി ലെവൽ, മെയിൻ ലെവൽ. ഈ റെഡ് ഈ ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി ആയിട്ട് വരയ്ക്കുന്നത്, അത് ബ്ലൂ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമുക്ക് ആ പ്രൈമറിയുടെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ പോലും ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ അപ്പ് സൈഡും ഡൗൺ സൈഡിനും വരയ്ക്കുമ്പം അതിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്സാക്ട്ലി ആ ലെവലിൽ വന്ന് ടച്ച് ചെയ്തിട്ടാണ് താഴേക്ക് പോയത്. കണ്ടോ ഈ ക്യാൻഡിൽ, കറക്റ്റ് ക്യാൻഡിൽ. ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വരച്ചതല്ല, ഇതെല്ലാം മാർക്കറ്റിന് മുമ്പേ വരച്ച് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാമല്ലോ, 23,915 നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് രാവിലെ 8:55 ഇട്ടിട്ടുണ്ട്, 23,915 ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ കണ്ടോ. പിന്നെ നമ്മുടെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നുള്ളത് മിഡ് ക്യാപ്പിലായിരുന്നു. മിഡ് ക്യാപ്പിൽ ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മളൊരു പുട്ട് സൈഡ് എൻട്രി പ്ലാൻ ചെയ്തിരുന്നു. ഈ ഒരു ലെവലിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ താഴോട്ട് പോകുന്ന കണ്ടപ്പോൾ നമ്മളൊരു പുട്ട് സൈഡ് എൻട്രി പ്ലാൻ ചെയ്തു. പക്ഷേ പ്രീമിയത്തിൽ എൻട്രി ആക്റ്റീവ് ആവാത്തതുകൊണ്ട് നമ്മളത് എടുത്തില്ല. നല്ലത് നമുക്കത് മിസ്സായതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. ഇവിടുന്ന് താഴോട്ട് എൻട്രി എടുക്കാൻ കാരണം ഈ റോസ് കളറുള്ള സോണുണ്ടോ, ഇതെല്ലാം പ്രീവിയസ് ഉണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിട്ടാണ്. ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, റെസിസ്റ്റൻസുമായിട്ടും ആക്ട് ചെയ്യും. ഞാനത് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനെല്ലാം ഉണ്ടോ മിഡ് ക്യാപ്പിൽ നമ്മൾ മറ്റേ ലെവൽസ് അല്ല യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് സപ്പോർട്ട്. കാരണം ഇതധികം യൂസ് ചെയ്യാത്ത ഇൻസ്ട്രുമെൻ്റ് എക്സ്പയറി ആയതുകൊണ്ട് മാത്രം ഇന്ന് ഇതിന് ഫോക്കസ് കൊടുത്തത്. ബാക്കി എല്ലാ ദിവസവും നമ്മൾ മറ്റേ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതലും ട്രേഡ് ചെയ്യാറുള്ളത്. ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാനുള്ള കാരണം ഈ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസിന് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ ഫേക്ക് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസിൽ ഇതുണ്ടോ 1, 2, 3, 4. അപ്പോൾ 3-4 തവണ അവിടെ ഫേക്ക് ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാനത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു മൊമെൻറ്റം കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ പോലും പ്രീമിയത്തിന് നല്ലൊരു സ്പൈക്ക് കിട്ടിയേനെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പുട്ട് സൈഡ് എൻട്രി പ്ലാൻ ചെയ്തത്. പക്ഷെ അത് എൻട്രി കിട്ടിയില്ല, അത് കുഴപ്പമില്ല. അവിടെ നിന്ന് തിരിച്ച് വന്ന് സപ്പോർട്ട് എടുത്ത് സപ്പോർട്ടിൻ്റെ അവിടെ നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ, നല്ലൊരു പുഷ് കണ്ടപ്പോഴാണ് നമ്മൾ അപ്പ് സൈഡ് എൻട്രി പ്ലാൻ ചെയ്ത്. ഈ എക്സാക്ട്ലി ഈ ബൈയിങ് ക്യാൻഡിൽ എൻട്രി എടുക്കാതെ നമ്മളത് വെയിറ്റ് ചെയ്തു. കാരണം ഇവിടെ എൻട്രി എടുത്താൽ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ്, അതായത് ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് 2-3 ക്യാൻഡിൽ തന്നൊരു ചെറിയ പുൾ ബാക്ക് തന്നിട്ട് ഈ ക്യാൻഡിൻ്റെ മുകളിലേക്ക് വീണ്ടും ക്ലോസ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്. സമയത്തിൽ നമ്മുടെ എൻട്രി ആക്ടിവേറ്റ് ആയത് ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ്. അതായത് ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു. ഈ ബേസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ മുകളിൽ പ്രീമിയത്തിലും കൂടെ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നപ്പോഴാണ് നമ്മൾ പ്രീമിയത്തിലും എൻട്രി ആക്ടിവേറ്റ് ആയത്. വേണ്ട ഈ ക്യാൻഡിൽ ഇതൊരു ബേസ് ക്രിയേറ്റ് ചെയ്തു. ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തത് 60 എൻട്രി, 55 സ്റ്റോപ്പ് ലോസ്, 5 പോയിൻറ്റിന് സ്റ്റോപ്പ് ലോസ്. ഏകദേശം ഇവിടെ വരെ റൈഡ് ചെയ്തു. ഇവിടെ റൈഡ് ചെയ്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ മേജർ ക്വാണ്ടിറ്റി ഇവിടെ ബുക്ക് ചെയ്തിട്ട് ട്രയലിംഗ് SL 85 ഇട്ട് വെക്കാൻ. കറക്റ്റ് 85 ഇട്ട് വെക്കാൻ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. കറക്റ്റ് 85 വന്നടിച്ചിട്ട് നല്ല ഉണക്ക് അപ്പ് സൈഡ് പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. 85 അടിച്ചാൽ പോലും 1:5 ഒരു റിസ്ക് റിവാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ട്രേഡാണ് ഇന്ന് നമ്മൾ എടുത്തത്. മറ്റേ പുട്ട് സൈഡ് ട്രേഡ് ഇതായിരുന്നു, എൻട്രി ആക്ടിവേറ്റ് ആയില്ല. 60 മുകളിലാണ് എൻട്രി പറഞ്ഞത്. 60 മുകളിൽ നമ്മൾ പറഞ്ഞ സമയത്ത് വരാത്തതുകൊണ്ട് എൻട്രി എടുത്തില്ല. ഏകദേശം ഈ ഒരു ലെവലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ മാർക്കറ്റ് ഇവിടെ നല്ലൊരു ബൈയിങ് പ്രഷറൊക്കെ കാണിച്ച് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരും ഇവിടെ ലോങ് എൻട്രി എടുക്കും. അപ്പം ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 10:49 ഏകദേശം 10:50 സമയമായപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നല്ലൊരു ഡൗൺ സൈഡ് പോകാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും അപ്പ് സൈഡ് എൻട്രിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ടൈറ്റ് ചെയ്ത് വെച്ചു. എൻട്രി എടുക്കുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ
ഓരോരോ സെറ്റപ്പിൽ എൻട്രി കിട്ടി കാണും. അപ്പം നമ്മളത് കൺഫ്യൂഷൻ ആക്കിയില്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞു അവിടെ നിന്ന് ഒരു ഡൗൺ സൈഡ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഒക്കെ ടൈറ്റാക്കി വെക്കുക. കണ്ടോ, എക്സാക്റ്റ്ലി നമ്മൾ ആ പറഞ്ഞ ഏരിയയിൽ നിന്ന് ഇത്രയും ഡൗൺ സൈഡ് മാർക്കറ്റ് താഴെ പോയി. എന്നിട്ട് ഈ സപ്പോർട്ടിൻ്റെ എക്സ്ട്രീം ലെവലിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് വി ഷേപ്പ് റിക്കവറി. ഇതൊരു നല്ല മൊമെൻ്റാണ്. ഇതൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്തില്ല, സഡൻ മൊമെൻ്റ് വരുന്നു. നമുക്കൊരു എൻട്രി എടുക്കാനുള്ള ടൈം പോലും തന്നില്ല. എക്സാക്റ്റ്ലി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസിൽ നിന്ന് തന്നെയാണ് താഴേക്ക് വീണ്ടും വന്നിട്ടുള്ളത്. ആ എൻട്രിയൊന്നും നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ഈ എൻട്രി മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം ലൈവായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാറുണ്ട്. എന്നുണ്ടോ എക്സ്പെക്റ്റിംഗ് എ ബിഗ് റെഡ് ക്യാൻഡിൽ, അതായത് ഈ സമയത്ത് പറഞ്ഞ ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. ഇത് കണ്ടോ, അവിടെ നിന്നാണ് മാർക്കറ്റ് അത്യാവശ്യം ഇത്രയും താഴേക്ക് വന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.